വെൽക്കം ടു മൈൽസ് പോയിന്റ്സ് ആൻഡ് പാസ്പോർട്ട്സ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതൊരു ഫിനാൻസ് പ്ലസ് ട്രാവൽ ചാനലാണ്. നിങ്ങൾ എപ്പോഴൊക്കെ ഈ ചാനലിൽ ഒരു ട്രാവൽ വ്ളോഗ് അല്ലെങ്കിൽ ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണുന്നുണ്ടോ അപ്പോൾ എല്ലാം ഒരു കാര്യം മനസ്സിലാക്കുക. നമ്മളൊരു യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ പ്രധാനമായും നമ്മുടെ മനസ്സിൽ വരുന്ന ചിലവുകളാണ്. ഈ ചിലവുകൾ മിനിമൈസ് ചെയ്തിട്ടാണ് വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ചിലവുകൾ കുറയ്ക്കാൻ പറ്റും. അതിന് ഉദാഹരണമാണ് നിങ്ങൾ ഈ കാണുന്നത് ഒരു 5 സ്റ്റാർ ലക്ഷറി ഹോട്ടലാണ്. റിനൈസൻസ് ബാലി എന്ന് പറയുന്ന നുസാദുവ എന്നുള്ളൊരു സ്ഥലത്തോളാണ്. ഈ 5 സ്റ്റാർ ഹോട്ടലിൽ ഞങ്ങൾ 3 ദിവസം താമസിച്ചത് ₹1 പോലും മുടക്കാതെയാണ്. ഇതെല്ലാം ഞങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന ബെനിഫിറ്റാണ്. ഈ ക്രെഡിറ്റ് കാർഡുകളിൽ കിട്ടുന്ന റിവാർഡ് പോയിൻറ്റ്സ്, അതിനെ മൈൽസ് എന്നും പോയിൻറ്റ്സ് എന്നൊക്കെ പറയും. ഇത് കൃത്യമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാശ് ലാഭിക്കാൻ പറ്റും. ഈ 5 സ്റ്റാർ ഹോട്ടലിൽ സ്റ്റേ മാത്രമല്ല, ഫ്ലൈറ്റിൻ്റെ അതല്ലാതെ വേറെയും കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതെല്ലാമാണ് ഡീറ്റെയിൽ ആയിട്ട് ഈ ചാനലിലൂടെ പറയുന്നത്. അപ്പോൾ നമ്മളുടെ ബാലി വ്ളോഗിൻ്റെ 13ാമത്തെ എപ്പിസോഡാണിത്. ബാലിയുടെ യാത്ര ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇത് ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നേരെ എയർപോർട്ടിലേക്ക് പോകണം. എയർപോർട്ടിൽ നിന്ന് ബാലി ടു സിംഗപ്പൂർ, സിംഗപ്പൂർ ടു കൊച്ചി. അതോടുകൂടി നമ്മുടെ യാത്ര അവസാനിക്കുകയായിരിക്കും. ഈ ബാലി യാത്രയുടെ മൊത്തം ചിലവുകൾ എത്രയാണെന്നുള്ള ആ ഒരു വീഡിയോ ഞങ്ങൾ ഇനി ബാലി കംപ്ലീറ്റ് ഗൈഡ് എന്നുള്ള രീതിയിൽ ഒരു എപ്പിസോഡായിട്ട് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിനകത്ത് A to Z കാര്യങ്ങളുണ്ടാവും. ഒരു ബാലി യാത്രയ്ക്ക് വേണ്ട നമ്മൾ സ്വന്തമായിട്ട് പ്ലാൻ ചെയ്യാൻ എങ്ങനെയൊക്കെയാണ്, എത്ര വില കുറച്ച്, എല്ലാത്തിലും റേറ്റ് കുറച്ചുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു എപ്പിസോഡ് ഇറക്കുന്നതായിരിക്കും. പിന്നീട് ഒരു എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 5 സ്ഥലങ്ങൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. അത് എന്തുകൊണ്ട് അവോയ്ഡ് ചെയ്ത് തുടങ്ങിയ കാര്യങ്ങളും ഒരു എപ്പിസോഡായിട്ട് തന്നെ ഞങ്ങൾ ഇറക്കുന്നതായിരിക്കും. അത് കുറച്ചുകൂടി കാശ് ലാഭിക്കാൻ നിങ്ങളെ സഹായിക്കും. റിനൈസൻസിൻ്റെ ബാക്ക് സ്റ്റേജ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് ഇവർ ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ സെർവ് ചെയ്യുന്നത്. ഞങ്ങളുടെ 3ാമത്തെ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ ഇവിടെ ഒരുപാട് ടൈപ്പ് ക്യൂസിനുണ്ട്. അറബിക്കുണ്ട്, കോണ്ടിനെൻ്റലുണ്ട്, ഇന്ത്യൻ ക്യൂസിനുണ്ട്, തായ് ഉണ്ട്, സുഷി, അങ്ങനെ പല വിധത്തിലുള്ളതൊക്കെ ഉണ്ട്. പക്ഷേ ചില ഐറ്റംസ് എല്ലാം സ്ഥിരമാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു ഈ ബാലനീസ് പീപ്പിൾ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് കൂടുതലായിട്ട് റൈസ് കഴിക്കുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു. ഈ ഫ്രൈഡ് റൈസ്, നോർമൽ റൈസൊക്കെ ഇവിടെ എല്ലാ ദിവസവും സ്ഥിരമായിട്ട് മെനുവിൽ കാണാം. പിന്നെ പോർക്ക് സ്റ്റേഷനുണ്ട്, എഗ് സ്റ്റേഷനുണ്ട്, അങ്ങനെയുള്ള കുറച്ച് ലൈവായിട്ട് നമുക്ക് ഫുഡ് കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുഡ് വളരെ ടേസ്റ്റിയാണ്. പക്ഷേ ഇന്ത്യൻ ഫുഡിൻ്റെ കാര്യത്തിൽ ഇവർ പോരാ. ഇന്ത്യൻ ഫുഡ് ഞങ്ങൾ ട്രൈ ചെയ്തപ്പോൾ ഒന്നും അത്ര കാര്യമായിട്ട് ഇമ്പ്രസീവ് ആയിരുന്നില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പോകാനുള്ള തയ്യാറെടുപ്പുകളാണ്. ബാലിയോട് വിട പറയാൻ പോവാണ്. ബാലിയോട് മാത്രമല്ല, ഈ റിനൈസൻസിലെ ഈ സൂപ്പർ പ്രോപ്പർട്ടിയോടും 3 ദിവസം നല്ല സുഖമായിട്ട് ഇവിടെ റെസ്റ്റ് എടുക്കുകയായിരുന്നു. അപ്പോൾ ശരിക്കും ബാലി എന്ന് പറയുന്നത് ഒന്നും കണ്ടില്ല, ഒരു 1% പോലും കാണാത്തൊരു ഫീലിംഗ് ആണ്. പക്ഷേ ബാലിയോടെ തന്നെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് വീണ്ടും വരാൻ പറ്റുമെന്ന് കരുതുന്നു. അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യുകയാണ്. ചെക്കൗട്ട് ചെയ്ത് നേരെ എയർപോർട്ടിലേക്ക്. 1 മണിക്കാണ് ഫ്ലൈറ്റ്. 1 മണിക്ക് ഫ്ലൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു 10 മണിക്കെങ്കിലും അവിടെ എത്തണം. ബാലി നല്ല തിരക്കുള്ള എയർപോർട്ടാണ്. അതിനു മുമ്പ് വണ്ടി ഹാൻഡ് ഓവർ ചെയ്യണം. അപ്പോൾ അവരെന്തെങ്കിലുമൊക്കെ ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടോ എന്ന് നോക്കണം. അതിന് മുമ്പ് വണ്ടിയിൽ പെട്രോൾ അടിക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം ഓൺ ദ വേ കാണാം. എന്നിട്ട് സിംഗപ്പൂർ എയർപോർട്ടിലാണ് ഞങ്ങൾക്ക് 4 മണിക്കൂർ ലൈ ഓവർ. അപ്പോൾ അവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കട്ടെ എല്ലാം വിചാരിക്കുന്ന പോലെ നടക്കുമെന്ന്. കാരണം പല കാര്യങ്ങളും നടക്കുന്നില്ല, അങ്ങനെയാണല്ലോ. നോക്കട്ടെ. My name is Sania. So it's already paid to the investigation program. So all set. There is no pending bill and you're not under deposit. Thank you so much. Have a good day. Thank you. അപ്പോൾ ഇവനായിരുന്നു ഇത്രയും ദിവസം, 8 ദിവസം ഞങ്ങളെ ചുമന്നുകൊണ്ട് ഞങ്ങളുടെ ലഗേജൊക്കെ ഉള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഞങ്ങളെ സേഫായിട്ട് ഒരു ഇതുമില്ലാതെ ഇവിടെ എത്തിച്ച് എയർപോർട്ട് വരെ എത്തിച്ചു. 480 അല്ലേ, 480 കിലോമീറ്റർ ഈ വണ്ടി ഞങ്ങൾ ഓടിച്ചു. ആക്ച്വലി ഇതിൽ നുസാപ്പനയുടെ കൂട്ടിയിട്ടില്ല. നുസാപ്പനയുടെ കൂട്ടി ഏകദേശം ഒരു 500ഓളം വരും. സോ ടൈം ടു ഗുഡ് ബൈ ടു ദ വെഹിക്കിൾ. ആക്ച്വലി ദിസ് വാസ് എ ഗുഡ് വെഹിക്കിൾ. I have an emotional connection with this right now. It was 8 days. Key there. So it's time to say goodbye to my Indonesian വളരെ നല്ല ഡീലിംഗ് ആണ് ഈ ബൈക്ക് റെൻ്റലിൻ്റെ ടീമുമായിട്ടുണ്ടായിരുന്നത്. ഇവർ ബൈക്ക് എനിക്ക് തന്നപ്പോൾ തന്നെ ഫുൾ ടാങ്ക് പെട്രോൾ, പിന്നെ 2 ഹെൽമെറ്റ്, 2 റെയിൻ കോട്ട്, ഇതൊക്കെയായിരുന്നു ഇവർ നമ്മളെ ഏൽപ്പിച്ചത്.
വണ്ടി തിരിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഈ ടാങ്ക് ഫില്ല് ചെയ്ത് ഫുള്ളാക്കിയിട്ട് തന്നെ കൊടുക്കുക. അപ്പോൾ ആൾ വരും. എൻ്റെ ഒരു ആധാർ കാർഡാണ് ഞാൻ അവരുടെ സെക്യൂരിറ്റി ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത്, വേറെ അഡീഷണൽ ക്യാഷ് ഒന്നും ഞാനവിടെ കൊടുത്തിരുന്നില്ല. അപ്പോൾ ആൾ വന്ന് മൊത്തം വണ്ടിയൊക്കെ ചെക്ക് ചെയ്ത് ഫ്യൂൽ ഉണ്ടോയെന്നൊക്കെ ചോദിച്ചു. ഫ്യൂൽ ഫുള്ളാണെന്ന് പുള്ളി മനസ്സിലാക്കി. എന്നിട്ട് ആധാർ കാർഡ് തിരിച്ചു തരികയാണ്. അപ്പോൾ വളരെ നല്ലൊരു സർവീസാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറാണ് ASA റെൻ്റൽ എന്നുള്ളതാണ്. വളരെ നല്ല ടീമാണ്. അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഡീലിംഗ് ആണ് അവരുടെ. ആ കാണുന്ന സ്ഥലത്തു നിന്നാണ് 2 വീലർ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഉണ്ടായിരുന്നത് റെൻറ്റിനെടുത്തത്. നേരെ ആ കാണുന്നതാണ് എയർപോർട്ട്. അപ്പോൾ അതായത് വെറും 100 മീറ്ററേ ഉള്ളൂ ഈ പറയുന്ന 2 വീലർ റെൻറ്റും എയർപോർട്ടും തമ്മിൽ. പക്ഷെ നടക്കണം നമുക്ക് ഈ വഴി. ഈ കാണുന്ന റോഡ്, പിന്നെ ഈ റോഡിലൂടെ ഒന്നും നമുക്ക് 2 വീലർ ഓടിക്കാൻ പാടില്ല. അപ്പോൾ അവിടെ നിർത്തിയിട്ട് നമ്മളിങ്ങനെ വാക്ക് ചെയ്ത് ക്രോസ് ചെയ്യണം. ഇത്രയും നിസ്സാര കാര്യമുള്ളൂ. അതിനാണ് എല്ലാവരും എയർപോർട്ടിൽ നിന്ന് ക്യാബ് എടുക്കുന്നത്. എയർപോർട്ടിലെ ക്യാബിനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ എത്രത്തോളം അവർ കത്തി വെക്കും എന്നുള്ളത്. ഞങ്ങളുടെ യാത്ര തുടങ്ങുമ്പോൾ കൊച്ചി എയർപോർട്ടിൽ ഈ സെക്യൂരിറ്റി ചെക്കിങ്, ഇമിഗ്രേഷൻ തുടങ്ങിയ ആ ഒരു പ്രോസസ്സിന് വേണ്ടി എടുത്ത സമയം എന്ന് പറയുന്നത് ഏകദേശം 1.5 മണിക്കൂറാണ്. ക്യൂവിൽ നിന്നിട്ട് ക്യൂ അനങ്ങുന്നുണ്ടായിരുന്നില്ല. കാരണം സ്റ്റാഫിൻ്റെ കുറവാണോ, അന്ന് വാലന്റൈൻസ് ഡേ ആയിരുന്നു. വാലന്റൈൻസ് ഡേയുടെ നൈറ്റ് അതിൻ്റെ തിരക്കാണോ കാര്യങ്ങൾ എന്താണെന്ന് അറിയില്ല. 1.5 മണിക്കൂറാണ് എടുത്തത്. പക്ഷേ ബാലിയിൽ ഈ പറഞ്ഞ പ്രോസസ്സ് ഒന്ന് ആലോചിക്കണം. കൊച്ചി എയർപോർട്ടിൽ വരുന്നതിനേക്കാളും കൂടുതൽ ആളുകൾ ബാലി എയർപോർട്ടിൽ ഒരു ദിവസം വരുന്നുണ്ട്. കാരണം അത്രയും ടൂറിസത്തിൽ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള സ്ഥലമാണ് ബാലി. ഊഹിക്കാമല്ലോ അപ്പോൾ എത്രത്തോളം ടൂറിസ്റ്റുകൾ ഇവിടെ ഉണ്ടാവുമെന്ന്. ഇവിടുത്തെ ഈ പ്രോസസ്സ് പറയുന്നത് ഒരു 20 മിനിറ്റിൽ കഴിഞ്ഞു. 20 മിനിറ്റ്സിനുള്ളിൽ അകത്തെത്തി. ഞങ്ങളിപ്പോൾ ഒരുപാട് സമയമുണ്ട്. ഇപ്പോൾ 1 മണിക്കെടുത്ത ഫ്ലൈറ്റിന് ഓൾറെഡി 10:30 ആയപ്പോഴേക്കും ഞങ്ങൾ അകത്തെത്തി. അപ്പോൾ ഇനി ഇവിടുത്തെ ലൗഞ്ചും കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ കുറച്ചധികം കാശ് ബാക്കിയായി. ഇതിനി അവിടെ കൊണ്ടുവന്നിട്ട് IDR കൊണ്ടുവന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അതിവിടെ എന്തെങ്കിലുമൊക്കെ മേടിച്ച് തീർക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നോട്ടത്തിലാണ്. അതായത് എയർപോർട്ടിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യിൽ വെള്ളം ഉണ്ടെങ്കിൽ നല്ലത്. കാരണം ഇവിടെ ഒരു 1/2 ലിറ്റർ വെള്ളത്തിന് 250 രൂപ കൊടുക്കേണ്ടി വരും നമ്മുടെ നാട്ടിൽ. ഓൾമോസ്റ്റ് 250. അതെല്ലാം അതിന് സോഫ്റ്റ് ഡ്രിങ്ക്സ് കിട്ടും. അതിനെങ്ങനെയാണല്ലോ ലക്ഷത്തിനല്ലെങ്കിലും കാശ് കുറവായിരിക്കും. ബാലി എയർപോർട്ടിൽ 3 lakh IDR കൊടുത്താൽ 3 ലക്ഷം IDR കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3 കീ ചെയിനും കിട്ടും. ഇതേ 3 ലക്ഷം IDR-നോടെ കുറച്ച് ചില്ലറെ കൊണ്ട് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ലിറ്റർ വിസ്കിയും കിട്ടും. കാണിച്ചു തരാം. ബൈ 1 or ബൈ 2 320K. അതായത് 320K ഉണ്ടെങ്കിൽ ഇത് 2 ചെടിയുടെ വിലയൊക്കെ ആയിട്ട് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കൂ. മനസ്സിലാവും ബാലി എയർപോർട്ട് ലാഭമാണോ അല്ലേ എന്ന്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ലാഭമല്ല. നമ്മളുടെ കൊച്ചി എയർപോർട്ടിൽ ഇതിൽ നല്ല റേറ്റ് കിട്ടും. ബാലി എയർപോർട്ട് ആക്ച്വലി കൊള്ളാം. നല്ല ഒരു വൈബുള്ളൊരു സ്ഥലമാണ്. കാരണം ഇവരുടെ ആ ഒരു ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് ശില്പങ്ങളൊക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അത് കാണുമ്പോൾ തന്നെ ഒരു സുഖമാണ്. കുറച്ച് ഇന്തോനേഷ്യൻ റുപ്യ കയ്യിൽ ബാക്കിയുണ്ടായിരുന്നു. കുറച്ച് അധികം ഉണ്ടായിരുന്നു, അതാണ് സത്യം. അപ്പോൾ ഇതും കൊണ്ട് ഇന്ത്യയിലേക്ക് വന്നിട്ട് കാര്യമില്ല. ഇന്ത്യയിൽ IDR കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാര്യമായിട്ടൊരു മെച്ചമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ എയർപോർട്ടിൽ തന്നെയുള്ള എക്സ്ചേഞ്ചിൽ കൊടുത്ത് ബാക്കി US ഡോളറായിട്ട് വാങ്ങി. ചെറിയ നഷ്ടം ഉണ്ടായിരുന്നു, ഉള്ള കാര്യം പറയാമല്ലോ. കുറച്ചധികം നഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് IDR നമ്മുടെ കയ്യിൽ അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. സോവനിയറായിട്ട് 2-3 നോട്ട് കയ്യിൽ വെച്ചൊന്നല്ലാതെ ബാക്കി എല്ലാം കൊടുത്ത് ഡോളറാക്കി. ഫിഷിൻ്റെ എന്തോ ഐറ്റമാണ് ഇതൊരു. ഫിഷ് ആൻഡ് നൂഡിൽസ് ഇതാണ് ഇവിടെ ലഞ്ച് എന്ന് പറയുന്നത്. വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്
ചിക്കൻ പാസ്ത. അങ്ങനെ സിംഗപ്പൂരിൽ ഒന്ന് ലാൻഡ് ചെയ്തു. സിംഗപ്പൂരിൽ നിന്ന് വേറെ ടെർമിനലാണ്, ടെർമിനൽ 2 വന്നിറങ്ങിയത്. ടെർമിനൽ 3 പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ സ്കൈ ട്രെയിൻ കയറണമെന്ന് പറയുന്നത്. സ്കൈ ട്രെയിനിൽ ഇതുവരെ കയറിയിട്ടില്ല. സോ എങ്ങനെയുണ്ടോ നോക്കട്ടെ. അങ്ങനെ സ്കൈ ട്രെയിനിൽ കയറി ഞങ്ങളുടെ ടെർമിനലിലെത്തി. ഈ സിംഗപ്പൂരിലെ എയർപോർട്ടിൻ്റെ പേര് ചാങ്ങി എയർപോർട്ട് എന്നാണ്. ഈ ചാങ്ങി എയർപോർട്ട് എന്ന് പറയുന്നത് വേൾഡിലെ വൺ ഓഫ് ദി ബെസ്റ്റ് എയർപോർട്ടാണ്. ഒരുപാട് കാഴ്ചകളൊക്കെയുള്ള ഒരു കിടിലൻ എയർപോർട്ടാണ് ചാങ്ങി എയർപോർട്ട് എന്ന് തന്നെ പറയാം. ഈ എയർപോർട്ട് മാത്രമായിട്ട് നമുക്ക് ചുറ്റി നടന്ന് കാണുകയാണെങ്കിൽ തന്നെ ഒരു 5-6 മണിക്കൂറൊക്കെ എടുക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ലേ ഓവർ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട അത്രയധികം കാഴ്ചകളുണ്ട്. അപ്പോൾ ഈ ചാങ്ങി എയർപോർട്ടിലെ ഏറ്റവും മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ജുവൽ എന്ന് പറയും. അതായത് ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു വാട്ടർഫോളാണ്. അപ്പോൾ ഞങ്ങളുടെ വിചാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ ജുവൽ കാണാൻ പറ്റും എന്നുള്ളതായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ടെർമിനലിൽ നിന്ന് ജുവൽ കാണാൻ വേണ്ടിയുള്ള ആ ഭാഗത്തേക്ക് പോകാൻ പറ്റില്ല എന്നുള്ളത് വൈകാതെ ഞങ്ങൾ അറിഞ്ഞു. ഡിസപ്പോയിൻറ്റഡ് ആയി എന്ന് തന്നെ പറഞ്ഞാൽ മതി. അൺഫോർച്ചുനേറ്റ്ലി അതിനുള്ള യോഗം ഞങ്ങൾക്കില്ലായിരുന്നു. പക്ഷേ നിങ്ങളെപ്പോഴെങ്കിലും ചാങ്ങി എയർപോർട്ടിൽ വരികയാണെങ്കിൽ, സിംഗപ്പൂരിൽ ഒരു ലോങ് ലേ ഓവർ ഉണ്ടെന്നുണ്ടെങ്കിൽ 10 മണിക്കൂറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് സിംഗപ്പൂർ കാണാനുള്ള ഒരു മാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം. ഇതുണ്ടോ ഫ്രീ സിംഗപ്പൂർ ടൂർ. ആക്ച്വലി നമ്മളിവിടെ സിംഗപ്പൂരിൽ ലേ ഓവർ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 10 മണിക്കൂറൊക്കെ നിങ്ങളുടെ ലേ ഓവർ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫ്രീ സിംഗപ്പൂർ ടൂർ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഐക്കോണിക് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് 5.5 hours എന്നൊക്കെ ആയിരിക്കും എഴുതിയിട്ടുണ്ടാവുക. പക്ഷേ നമ്മൾ ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ നമ്മളുടെ ഇവിടെ വന്ന് ഇറങ്ങുന്ന ഫ്ലൈറ്റ്, പിന്നെ നമ്മളുടെ തിരിച്ചു പോകുന്ന ഫ്ലൈറ്റ്, ആ 2 ഫ്ലൈറ്റുകളിൽ നമ്മളുടെ ഡിസ്റ്റൻസ് ഒരു ഡ്യൂറേഷൻ ഒരു 10 മണിക്കൂറൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് കറക്റ്റായിട്ട് നമുക്കതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ 3 ടൂറേ ഉള്ളൂ. ആ 3 ടൂറിൻ്റെ ടൈമിൽ നമ്മളുടേത് കറക്റ്റായിട്ട് വരണം. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നല്ലൊരു ഓപ്ഷനാണ്. കാരണം വലിയ ചിലവില്ലാതെ സിംഗപ്പൂരിൻ്റെ ഐക്കോണിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ കാണാൻ ജസ്റ്റ് ഒരു വിസയുടെ ചാർജ് മാത്രം എടുത്താൽ മതിയാവും. Yes, hello. No, I'm just showing the timings. Okay. It's not coming. Am I in your way? Huh? Am I in your way? No, actually. Oh, really? Okay. Because I don't want to be in the No. Actually, no. I was waiting for the Okay. timings, but it's not come. If I were you, How? you just take a snapshot. Because want to play with the gadget, right? How? Okay, that's Just take a photo. It's fine. All the timings are here. all the timings are here. See, typical man play Yeah. gadgets. By the time you wait for the timings to come out, okay, you already fly out from Singapore already. Yeah, these are good countries. Okay. Yeah, plus the visa. So all these things are good to know. What is the passport that you're holding? India. Okay, take note of this. That's small. People use camera. You see yours high tech. Uh-huh. Yeah. Thank you so much. No ma'am. problem. My pleasure. കണ്ടില്ലേ, വളരെ ഫ്രണ്ട്ലി ആണ് സിംഗപ്പൂരിലെ എയർപോർട്ട് സ്റ്റാഫ്. നമ്മൾ എന്ത് ചോദിച്ചാലും അവർ കൃത്യമായിട്ട് അതിനുള്ളൊരു മറുപടി തരും. വെറുതെ അല്ല ഈ എയർപോർട്ടിന് എല്ലായ്പ്പോഴും വൺ ഓഫ് ദി ബെസ്റ്റ് എയർപോർട്ട് എന്നുള്ള അവാർഡ് കിട്ടുന്നത്. അപ്പോൾ സിംഗപ്പൂർ വിസ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ചീപ്പായിട്ട് സിംഗപ്പൂർ സിറ്റി കറങ്ങാനുള്ള ഒരു ഫ്രീ ടൂറിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. സിംഗപ്പൂർ ഫ്രീ സിറ്റി ടൂർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ സിംഗപ്പൂർ വിസ വേണം. അപ്പോൾ നേരത്തെ കാണിച്ച രാജ്യങ്ങളിലെ വിസയൊക്കെ കയ്യിലുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല. ഇനി അതല്ലാതെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ സിംഗപ്പൂർ വിസ എടുക്കാനായിട്ട് നമ്മൾ ഒരു ട്രാവൽ ഏജൻസിയെ കോൺടാക്ട് ചെയ്യണം. ട്രാവൽ ഏജൻസി ത്രൂ ആണ് നമുക്ക് സിംഗപ്പൂർ വിസ കിട്ടുകയുള്ളൂ. നമ്മുടെ പാസ്പോർട്ട് ട്രാവൽ ഏജൻസിനെ ഏൽപ്പിക്കണം. അങ്ങനെയുള്ള ഒരു പ്രൊസീജിയറാണ്. നമുക്ക് ഡയറക്റ്റ് ഒന്നും ചെന്ന് വിസ എടുക്കുക എന്നൊക്കെ പറയുന്നത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. അതിന് നല്ലതൊരു ട്രാവൽ ഏജൻസിയെ സമീപിക്കുക. അവർ നോർമലി 3000 മുതൽ 4000 രൂപ വരെയൊക്കെയാണ് ചാർജ് ചെയ്യുന്നത്. ട്രാവൽ ഏജൻസിയുടെ കമ്മീഷനിൽ ഉൾപ്പെടെയാണ്. അങ്ങനെ നമുക്ക് സിംഗപ്പൂർ വിസ കിട്ടും. സിംഗപ്പൂർ വിസ കിട്ടിയാൽ ഇതുപോലെ കുറേ ഉപകാരങ്ങളുണ്ട്.
എല്ലാവരും സിംഗപ്പൂർ എയർപോർട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഏതായാലും ജുവൽ കാണാൻ പറ്റില്ല, സിംഗപ്പൂരിൻ്റെ ഫ്രീ സിറ്റി ടൂറിനും പോകാൻ പറ്റില്ല. പിന്നെ എന്താണ് ഒരു മാർഗ്ഗം? കാരണം 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് ഇനിയുള്ളത്. അപ്പോൾ എയർപോർട്ട് സ്റ്റാഫിനോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇവിടെ ഒരു തിയേറ്റർ ഉണ്ടെന്ന്. ഒന്ന് ആലോചിച്ചൊക്കെ, എയർപോർട്ടിനകത്ത് ഒരു തിയേറ്റർ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമാ പ്രാന്തനായിട്ടുള്ള പിന്നെ എനിക്ക് ഇരിക്കപ്പുറതി ഉണ്ടാവും. അങ്ങനെ തിയേറ്റർ അന്വേഷിച്ച് നടന്നു. അവിടെ ഫ്രീ മൂവി തിയേറ്റർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുള്ള ഒരു ആരോയൊക്കെ നോക്കിയപ്പോൾ മൂവി തിയേറ്ററിൻ്റെ മുമ്പിലെത്തി. അവിടെ ഒരു LED സ്ക്രീനിൽ ഏതൊക്കെ സിനിമയൊക്കെയാണ് പ്ലേ ചെയ്യുന്നത്, ഏതൊക്കെ സമയത്താണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചത് പോലെയുള്ള ഒരു തിയേറ്റർ അല്ല, അതൊരു ചെറിയൊരു പ്രൊജക്ടർ റൂമാണ്. ആ റൂമിനകത്തേക്ക് കയറി ചെന്നിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് നേരം ഇരുന്ന് സിനിമ കാണാം. അപ്പോൾ ഓൾറെഡി കണ്ട സിനിമയാണ്, പിന്നെ ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഇനി സമയം കളയണ്ട എന്ന് വിചാരിച്ചു. പിന്നെ എന്താണ് ചാങ്കി എയർപോർട്ടിൽ കാണാനുള്ളത് എന്നായിരുന്നു അന്വേഷണം. അങ്ങനെയാണ് ഞങ്ങൾ ഒരു ബട്ടർഫ്ലൈ ഗാർഡനിലെത്തിയത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആർട്ടിഫിഷ്യലായിട്ട് മഴയൊക്കെ പെയ്തിട്ട് ഒരുപാട് ബട്ടർഫ്ലൈസ് ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല, വളരെ കുഞ്ഞു കുഞ്ഞു ബട്ടർഫ്ലൈസ്, നിറച്ച് ബട്ടർഫ്ലൈസ് ആണ് ഇതിൻ്റെ അകത്ത്. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 5-10 മിനിറ്റൊക്കെ കൊണ്ട് നമുക്ക് കണ്ടു തീർക്കാവുന്ന കാഴ്ചയേ ഉള്ളൂ. അപ്പോൾ ഇനി സമയം കളയാനുള്ള വഴി എന്ന് പറയുന്നത് എയർപോർട്ട് ലൗഞ്ചാണ്. അങ്ങനെ ഞങ്ങൾ എയർപോർട്ട് ലൗഞ്ചിൽ കയറി. നമ്മൾ ഇൻ്റർനാഷണൽ ലോഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. പക്ഷേ കോമഡി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചാങ്കി എയർപോർട്ട് സിംഗപ്പൂരിൽ അംബാസിഡർ ലോഞ്ച് എന്ന് പറഞ്ഞൊരു ലോഞ്ച് ഉണ്ട്. ഈ ലോഞ്ച് എന്ന് പറയുന്നത് വളരെ ശോകമാണ്. വളരെ കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു ഏരിയയും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഫുഡും ആൽക്കഹോൾ എന്നൊക്കെ പറഞ്ഞാൽ ബിയർ ആൻഡ് വൈൻ മാത്രമേ അങ്ങനെയൊക്കെ വെച്ചിരിക്കുന്ന ഒരു പക്കാ ലോക്കൽ. എനിക്ക് തോന്നുന്നു ഇൻ്റർനാഷണൽ ട്രാവൽ ചെയ്തിരിക്കുന്ന രാജ്യങ്ങളിൽ ഇത്രയും മോശമായിട്ടുള്ള, ഈവൻ നേപ്പാളിലെ ലോഞ്ച് വരെ എനിക്ക് വളരെ തൃപ്തികരമായിട്ടുള്ളത് റാഡിസൺ ബ്ലൂ ആണ് അത് നടത്തുന്നത്. പക്ഷേ സിംഗപ്പൂർ എന്ന് പറയുമ്പോൾ ചാങ്കി എയർപോർട്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവില്ല. ആ എക്സ്പെക്റ്റേഷൻ ഒന്നും മീറ്റ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു ബോറൻ എനിക്കിനി ഈ ലോഞ്ച് നിങ്ങളെ മൊത്തത്തിലൊന്ന് ഓടുകയാണെന്ന് കാണിപ്പിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാരെ കൂട്ടി നടക്കാൻ പറ്റില്ല. കാരണം വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു ഏരിയ. ആ ഏരിയയിൽ എല്ലാവരും കൂടി ഇങ്ങനെ അട്ടിയിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഒരു 5 ഫുഡുണ്ട് എന്ന് വെച്ചാൽ 5 ബോക്സാണുള്ളത്. അതിനകത്തുള്ള ഫുഡ് വെച്ച് നമ്മൾ തൃപ്തിപ്പെടണം. അപ്പോൾ ഫുഡ് ഓൾറെഡി ഫ്ലൈറ്റിൽ ഇനി കയറാൻ പോകുന്ന ഫ്ലൈറ്റിലുള്ളതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു ലൗഞ്ച് എന്നുള്ള രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൗഞ്ച് ആക്സസ് അതായത് വെറുതെ കളഞ്ഞല്ലോ എന്നുള്ളൊരു ആ ഒരു വിഷമം മാത്രം. അല്ലാണ്ട് ഇപ്പം എന്താ പറയുക. പിന്നെ ഇവിടുത്തെ സർവീസ് അതെടുത്ത് പറയണം കേട്ടോ, സർവീസ് വളരെ മോശമാണ്. കാരണം ഇവിടെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു ആവശ്യത്തിന് ഒരാളെ നോക്കിക്കഴിഞ്ഞാൽ കാണില്ല. ഇവരൊക്കെ 2 പേരുടെ പണിയാണ് ഒരാളെടുക്കുന്നതെന്ന് പറയുന്നത്. വേറെ അത്രയും ഇവർ കാണുന്നില്ല എന്ന് പറയുന്നത് അവരെ വെറുതെ നിൽക്കുന്നതെന്ന് ഉദ്ദേശിച്ചിട്ടല്ല. അവർക്ക് അത്രയും പിടിപ്പത് പണിയുണ്ട്. 2 പേരുടെ പണിയെടുക്കുന്നതെന്ന് പറയുമ്പോൾ അവർ വേറൊരു ഇതിലും ഇല്ല. ഇത്രയും ആൾക്കാരെ, ഇത്രയും ഗസ്റ്റിനെ നോക്കാനായിട്ടുള്ള ആകെ 3 സ്റ്റാഫിനെ നിർത്തിയിരിക്കുന്നത്. 2 പേര് കൗണ്ടറിലുണ്ട്. കൗണ്ടറിലേക്ക് വന്ന 2 പേര് ഇത്രയും സ്റ്റാഫിനകത്തേക്ക് ഇറക്കി വിടുക. ഇവർ ഇത്രയും അകത്ത് കയറി കഴിയുമ്പോൾ ബാക്കി 3 പേരുണ്ട്. ഈ 3 പേരാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. സോ ഇറ്റ്സ് ലൈക്ക് എന്താ പറയുക. അപ്പോൾ നിങ്ങളെപ്പോഴെങ്കിലും ചാങ്കി എയർപോർട്ടിൽ ടെർമിനൽ 3 ശ്രദ്ധിക്കുക. ടെർമിനൽ 3 അംബാസിഡർ ലൗഞ്ച് എന്ന് പറഞ്ഞൊരു ലോഞ്ചുണ്ട്. ലോഞ്ചിലേക്ക് നിങ്ങൾ കയറണമെന്ന് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. We recommend keeping your seat belt fastened throughout the flight. Whenever the seat belt sign is turned on, infants should be lifted from the bassinet and secured with an infant seat belt. If there is a change in cabin pressure, an oxygen mask will automatically drop in front of you. Pull the mask down sharply. Place it over your mouth and nose. Pull the lateral straps to tighten it and breathe as usual. Secure your mask first. ബാലി ടു സിംഗപ്പൂർ ഫ്ലൈറ്റിൽ ഞങ്ങൾക്ക് കിട്ടിയത് ലഞ്ചായിരുന്നു. ഈ ഫ്ലൈറ്റിൽ, അതായത് സിംഗപ്പൂർ ടു കൊച്ചി ഫ്ലൈറ്റിൽ ഞങ്ങൾക്ക് കിട്ടിയത് ഡിന്നറാണ്. അപ്പോൾ ഡിന്നർ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും പോലെ തന്നെ ഫിഷിൻ്റെ ഓപ്ഷൻ ഞാൻ തിരഞ്ഞെടുത്തു, ചിക്കൻ്റെ ഓപ്ഷൻ എൻ്റെ മിസ്സസ് തിരഞ്ഞെടുത്തു. പിന്നെ ഇവരുടെ ഫുഡ് ഇത് കാണുമ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി കുറവാണ് അങ്ങനെയൊക്കെ തോന്നും. എന്നുണ്ടെങ്കിൽ പോലും ഇത് കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് വയറ് ഫുള്ളായിരിക്കും. അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ വളരെ വളരെ ടേസ്റ്റിയാണ് ഇവരുടെ എല്ലാ കാര്യങ്ങളും. ഇവരുടെ ഡെസേർട്ട് ആണെങ്കിലും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വളരെ, സിംഗപ്പൂർ എയർലൈൻസിൻ്റെ ഫുഡ് എടുത്ത് തന്നെ പറയണം, വളരെ ടേസ്റ്റിയാണ്, വളരെ ടേസ്റ്റി. പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഈ സിംഗപ്പൂർ എയർലൈൻസിലൊക്കെ ട്രാവൽ ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ട്രാവലിന് എന്തെങ്കിലും ഒരു ഓപ്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് സിംഗപ്പൂർ എയർലൈൻസിൽ തന്നെ നോക്കിയാൽ പോരെ എന്നുള്ളൊരു ചിന്ത വരും. അത് സ്വാഭാവികമായിട്ടും നമ്മളുടെ കയ്യിലെ കാശും തീർക്കുന്ന അവസ്ഥയാണ്.
കാരണം ഇതൊരു ബഡ്ജറ്റ് ഫ്ലൈറ്റ് അല്ലല്ലോ, ഇതൊരു ഫുൾ സർവീസ് ഫ്ലൈറ്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു റേറ്റ് ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ കൊച്ചി എത്തി. അതോടുകൂടി ഞങ്ങളുടെ ബാലി യാത്ര ഇവിടെ അവസാനിക്കുകയാണ്.